സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഗീസ് പീറ്റർ കൂടി ചേരുന്നു. ഗീസ്, കണക്കുകളിൽ പിന്തുടർന്ന് ജയിച്ചവർക്കാണ് ആധിപത്യം. ഇന്ന് ടോസ് നിർണായകമല്ലെന്ന് രോഹിത് പറയുന്നു. പക്ഷേ രോഹിത്തിൻ്റെ മനസ്സിൽ അതൊരു ടാക്ടിക്സ് ആണോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അനിൽ, തീർച്ചയായിട്ടും രോഹിത് ശർമ്മയുടെ ഒരു ടാക്ടിക്സ് ആണോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കാരണം നേരത്തെ അനിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ചേസ് ചെയ്ത ടീമുകൾക്ക് വിജയം 35 മത്സരമാണ് ചേസ് ചെയ്ത ടീം ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദുബായിലെ പിച്ചിൽ ഒരു ടോസ് ഇരു ടീമുകൾക്കും നിർണായകമാണ്. കഴിഞ്ഞ ദിവസം രോഹിത് ശർമ്മ തന്നെ വ്യക്തമാക്കിയതാണ്, ടോസ് ഒന്നും വലിയ നിർണായക ഘടകമല്ല അല്ലെങ്കിൽ അവിഭാജ്യ ഘടകമല്ല എന്ന് രോഹിത് ശർമ്മ നായകൻ തന്നെ പറയുന്നുണ്ട്. എങ്കിൽ പോലും അത് അത്ര എളുപ്പത്തിൽ അങ്ങനെ എഴുതി തള്ളാവുന്ന ഒന്നല്ല ദുബായ് പിച്ചിൽ എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. ആദ്യം ബാറ്റ് ചെയ്ത ടീം വിജയിച്ചത് കേവലം 22 മത്സരങ്ങൾ മാത്രമാണ്. അപ്പോൾ അത് ഒരു കണക്കുകൾ പ്രകാരം നോക്കുമ്പോൾ അത് വളരെ നിർണായകമായ അല്ലെങ്കിൽ അഭിവാജ്യമായ അല്ലെങ്കിൽ ഘടകം തന്നെ ആണ് എന്നത് എടുത്തു പറയണം. ദുബായിലെ പിച്ചിൽ സ്പിന്നേഴ്സിന് കൂടുതൽ മികവ് അല്ലെങ്കിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന പിച്ചാണ്. ഒപ്പം തന്നെ ബാറ്റർമാർക്കും വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന പിച്ച് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ ഇരു ടീമുകൾക്ക് ടോസ് ആർക്ക് വീഴും, അത് എങ്ങനെ അവർ ഉപയോഗിക്കും എന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇരു ടീമിൻ്റെയും നായകന്മാർ ടോസ് ഇടാനുമായിട്ട് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ടോസ് വീഴും. അതിൽ ഇന്ത്യ ആർക്ക് ടോസ് വീഴും, ടോസ് വീഴുന്നവർ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്, അവർ ബാറ്റിംഗ് ചൂസ് ചെയ്യുമോ അതോ ആദ്യം ബൗൾ ചൂസ് ചെയ്യുമോ എന്നതൊക്കെ തന്നെ വളരെ നിർണായകമായിട്ടുള്ളത് തന്നെയാണ്. എന്തായാലും ആദ്യം ബാറ്റ് ചെയ്യുന്നവർ മുന്നോട്ട് വെക്കുന്നത് ഒരു 350+ സ്കോർ ചെയ്യാൻ സാധിക്കും എന്നൊരു വിശ്വാസം ഉണ്ടാകണം. കാരണം അത് ഒരു 350 എന്നത് ഇപ്പോൾ ഏകദിനത്തിൽ വലിയ സ്കോറൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ പോലും ഒരു 350+ സ്കോർ ചെയ്യാനായിട്ട് എന്തായാലും ടോസ് നേടുന്ന അല്ലെങ്കിൽ ബാറ്റിംഗ് ഇറങ്ങുന്ന ടീം പ്രതീക്ഷിക്കും. അതേസമയം പിടിച്ചു കെട്ടുവാൻ വേണ്ടിയായിരിക്കും ബൗളേഴ്സ് ഇറങ്ങുക. പ്രത്യേകിച്ച് സ്പിൻ നിര കരുത്തുറ്റ നിരയാണ് ഇന്ത്യൻ ടീമിൻ്റെ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്ത്യ ചേസ് ചെയ്യുമെന്ന് തന്നെ മനസ്സിലാക്കുന്നു. അത് കേവലം വിശകലനം മാത്രമാണ്. ഒരുപക്ഷെ ആ സമയത്ത് വെതർ എങ്ങനെയാണ് അതൊക്കെ നോക്കി ഒരുപക്ഷെ നായകൻ തീരുമാനം എടുത്തേക്കും. എന്ത് തന്നെയായാലും പാകിസ്ഥാൻ ബൗളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പേസർമാരെ മുൻനിർത്തിക്കൊണ്ട് നീങ്ങുന്ന ഒരു നിര തന്നെയാണ്. അതുകൊണ്ട് തന്നെ പേസർമാർക്ക് അനുകൂലമാകുമോ പിച്ച് എന്നതൊക്കെ കണ്ടറിയണം. ബാറ്റർമാരെ ഏത് രീതിയിൽ പേസർമാരെ പ്രതിരോധിക്കും അല്ലെങ്കിൽ ഏത് രീതിയിൽ സ്പിന്നർമാരെ പ്രതിരോധിക്കും എന്നതൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ കണ്ടറിയേണ്ടതാണ്. തുടക്കം പിഴച്ചാൽ മത്സരത്തിൻ്റെ തുടർന്നുള്ള ഗതി തന്നെ മാറുമെന്ന് എല്ലാ മത്സരങ്ങളിലും നമ്മൾ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ തുടക്കം പിഴയ്ക്കാതെ ക്രീസിൽ നിലയുറപ്പിച്ച് നിൽക്കുവാൻ ഇരു ടീമുകളുടെ ബാറ്റർമാർ ശ്രമിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രോഹിത് ശർമ്മയും ഗില്ലും അടങ്ങുന്ന ഇന്ത്യൻ ടീമിന്റെ ബാറ്റർമാർ അല്ലെങ്കിൽ ഓപ്പണിംഗ് സഖ്യം അത് തികച്ചും സുശക്തമാണ്. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങളിലും സെഞ്ചുറിയുമായി യുവതാരം ശുഭ്മാൻ ഗിൽ നില ഉറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇംഗ്ലണ്ട് പര്യടനത്തിൽ സെഞ്ചുറി പ്രകടനത്തോടെ രോഹിത് ശർമ്മയും ചെറിയ രീതിയിൽ അല്ലെങ്കിൽ പോലും താളം കണ്ടെത്തിയിട്ടുണ്ട്. അത് വലിയ ആശ്വാസം ടീമിന് നൽകുന്നുണ്ട്. പിന്നാലെ ഇറങ്ങുന്ന ശ്രേയസ് അയ്യർ ഒക്കെ വലിയ ഫോമിലാണെന്നതും ടീമിന് വലിയ ആശ്വാസമാണ്. ഇതിൽ ഏക സംശയമായി നിൽക്കുന്നത് ഫോമിലേക്ക് മടങ്ങിയെത്താത്ത വിരാട് കോഹ്ലിയുടെ കാര്യത്തിൽ മാത്രമാണ്. കോഹ്ലി കൂടി പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഡ്യൂ ഫാക്ടറുകളെ പരിഗണിക്കുന്നില്ല പാകിസ്ഥാൻ. അവരുടെ പേസ് നിരയിൽ വിശ്വാസം അർപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നു എന്ന തരത്തിൽ തന്നെ വേണം വിശ്വസിക്കാൻ. പാകിസ്ഥാൻ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒരുപക്ഷെ രോഹിത് ശർമ്മ ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നേരത്തെ കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ടോസിൽ വിശ്വാസം അർപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പാകിസ്ഥാന് കഴിഞ്ഞ മത്സരത്തിലേറ്റ ആ ഒരു ചേസ് ചെയ്യാനുള്ള തീരുമാനം പിഴച്ചതുകൊണ്ടുകൂടി പാകിസ്ഥാൻ ഇന്ന് കരുതലോടുകൂടി ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ പേസർമാരെ വിശ്വാസമർപ്പിച്ച് രണ്ടാമതിറങ്ങി ബൗൾ ചെയ്യാനുള്ള തീരുമാനം തെറ്റായി പോയിരുന്നു. അവരുടെ ചേസിംഗ് പിഴച്ചു പോയിരുന്നു. പ്രത്യേകിച്ച് ബാബർ അസമിനെ പോലുള്ള ആളുകളുടെ മെല്ലെപ്പോക്ക് വലിയ രീതിയിൽ തിരിച്ചടിയായി.